അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ട് ഇസ്രായേലിന് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള ചർച്ചകൾ ദിനംപ്രതി കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ഉറപ്പിച്ചതോടെയാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ വിഷമഘട്ടത്തിലാക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ട് ഇസ്രായേലിന് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദർശനം മുതൽ തന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ അല്പം പന്തിയല്ല എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകണം. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ഉറപ്പിച്ചതോടെയാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ വിഷമഘട്ടത്തിലാക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ, ബിസിനസ്, സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക ഒപ്പുവച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ, സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവ നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വിഷയങ്ങളാണ്. കാരണം ഗാസ വിഷയത്തിൽ ഇസ്രായേലിന് എതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ രാജ്യമായ അമേരിക്ക നയതന്ത്ര ബന്ധം ശക്തമാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടിയായി ഭവിച്ചതും. ഇതിനിടെ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സിറിയൻ ഭരണാധികാരി അൽ ഷാരിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രായേലിന് അത്ര രസിച്ചിട്ടില്ല. സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്രം ഇസ്രായേലിന്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധത്തിലാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സിറിയയിലും ഇനി ഇസ്രായേലിന് അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ല. പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രായേലിന് കല്ലുകടിയായി മാറിയെന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലുള്ള ട്രംപിന്റെ പര്യടനം വെറും ഒരു വിജയയാത്ര മാത്രമായിരുന്നില്ല. ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കാൻ ട്രംപിനായി. ഗാസ സംഘർഷം ഇത്രയും വഷളാക്കിയത് നെതന്യാഹുവിന്റെ ചില നയങ്ങളാണ് എന്ന് ട്രംപ് ഈ അടുത്ത് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെ മറികടന്ന് നടത്തിയ ട്രംപിന്റെ പര്യടനം നെതന്യാഹുവിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായിട്ടാണ് പലരും കാണുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ അതിശക്തമായി പിന്തുണച്ചിരുന്നത് അമേരിക്ക മാത്രമായിരുന്നു. അറബ് രാജ്യങ്ങളുമായി ട്രംപ് കൂടുതൽ അടുത്തതോടെ ഇസ്രായേലിന് ഇനി അമേരിക്കയുടെ പിന്തുണ അധികം ഉണ്ടാകാനിടയില്ല എന്ന് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ട്രംപ് ഭരണകൂടം നെതന്യാഹുവിനോട് വളരെയധികം നിരാശരാണെന്നും ആ നിരാശ ഇപ്പോൾ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ കീഴിലുണ്ടായിരുന്ന നിയർ ഈസ്റ്റേൺ അഫയേഴ്സിന്റെ മുൻ അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡേവിഡ് ഷെങ്കർ അതേസമയം അമേരിക്കയ്ക്ക് ആഴത്തിലുള്ള ഉഭയകക്ഷി പിന്തുണയുള്ള ഒരു സുപ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിനെ അമേരിക്ക ഉപേക്ഷിക്കുന്നില്ലെന്ന് ട്രംപ് ഭരണകൂടം പറയുകയും ചെയ്തു. എന്നാൽ പൊതുവെ സ്വന്തം കാര്യം നോക്കി പോകാറുള്ള ട്രംപിന്റെ ആ വാക്കുകളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് കാലം തന്നെ തെളിയിക്കേണ്ടി വരും. ഗാസയിലെ വെടിനിർത്തൽ, ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇതിനോടകം വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇറാനെതിരായ സൈനിക നടപടിക്ക് പിന്തുണ തേടി നെതന്യാഹു അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സിറിയയുമായി നേരിട്ട് ഇടപഴകിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്ത് എത്തിയതും ഇസ്രായേലുമായി നിലനിന്നിരുന്ന നിലപാടുകളിൽ അമേരിക്ക വ്യതിചലിച്ചതായുള്ള വ്യക്തമായ സൂചനയാണ് നൽകിയത്. പുതിയ മിഡിൽ ഈസ്റ്റ് ക്രമം രൂപപ്പെടുന്നത് ഇസ്രായേലിലല്ല എന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ മധ്യേഷ്യയുടെ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. ഇറാനിൽ നിന്നും അതിന്റെ പ്രാദേശിക പ്രോക്സികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികൾക്കിടയിൽ സുന്നി നേതൃത്വത്തിലുള്ള ഈ അറബ് സഖ്യം അമേരിക്കയ്ക്ക് ഗുണം ആകുമെന്ന് ട്രംപ് കരുതുന്നതായി നയതന്ത്രജ്ഞർ പറയുന്നു. സൗദി അറേബ്യയുടെ പ്രേരണയെ തുടർന്ന് ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പുകളെ വകവയ്ക്കാതെ സിറിയയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാനുള്ള ട്രംപിന്റെ അപ്രതീക്ഷിത തീരുമാനം നെതന്യാഹുവിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതോടെ ഇസ്രായേൽ ഭരണകൂടത്തിനുള്ള അമേരിക്കൻ പിന്തുണ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്.